ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടായിരിക്കും നമ്മുടെ ബാങ്ക് കുറേ സ്കാം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ബാങ്ക്സ് അല്ല, ക്രെഡിറ്റ് കാർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്സ് കമ്പനീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് സൈഡിൽ നിങ്ങൾക്കറിയാം, RBIയുടെ സൈഡിൽ നിന്ന് നമുക്ക് എല്ലാ ബാങ്കിങ് സംഭവത്തിനും ഒരു സെപ്പറേറ്റ് ഗൈഡ് ലൈൻസും റൂൾസും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് മെജോറിറ്റി ബാങ്ക്സുകളോ അത് ക്രെഡിറ്റ് കാർഡ് കമ്പനീസുകളോ അത് ഫോളോ ചെയ്യുന്നില്ല. അത് ഒരു വാസ്തവം തന്നെയാണ്. അത് നമ്മൾ കറക്റ്റായിട്ട്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇഷ്ടംപോലെ ഇപ്പോൾ ഈ റീസെൻ്റ് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് റോങ് ആയിട്ടുള്ള ചാർജസ് ആഡ് ഓൺ വന്നിട്ട് അത് കുറേ പേര് കംപ്ലൈൻറ്റ് ചെയ്താൽ റീഫണ്ട് ചെയ്ത് കൊടുത്തു. 99% കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് ബാങ്ക് കൊടുക്കും. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ RBIയുടെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് സംഭവങ്ങളൊക്കെ ചെയ്യാം. പ്രത്യേകിച്ച് വേണമെങ്കിൽ RBI ഓംബുഡ്സ്മാനിൽ കംപ്ലൈൻറ്റ് ചെയ്യാം. എല്ലാം നമുക്ക് ഇപ്പോൾ സുഖമായിട്ട് തന്നെ ഓൺലൈനിൽ തന്നെ പറ്റും. അപ്പോൾ വലിയ കാര്യമുള്ള സംഭവമൊന്നുമല്ല. പക്ഷേ അത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം, എല്ലാവരും അത് അവെയർ ആയിട്ടിരിക്കണം. എന്നാലും നമുക്കിത് സംഭവം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ഇടയ്ക്കൂടെ ബാങ്ക് ഉടായ്പ പ്രോഫിറ്റ് കയറ്റുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സംഭവമാണ്, നമ്മുടെ കുറേ പേര് സംശയം ചോദിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ 10,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അത് EMIയിലായിരുന്നു പർച്ചേസ് ചെയ്തത്. നാളെയാണ് നമ്മുടെ EMI ബിൽ ഡേറ്റ്. അപ്പോൾ നാളെ എന്തുണ്ടാവുക, നിങ്ങൾക്ക് നോർമലി EMI കൺവേർട്ട് ആവാൻ ഒരു 3-4 ദിവസം പിടിക്കും. അപ്പോൾ നാളെ നോക്കുമ്പോൾ ഇതിൽ 10,000 രൂപ സ്പെൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ബില്ല് 10,000 രൂപ ബില്ലടിച്ച് വരും, ബിൽ ജനറേറ്റ് ആയിട്ട് വരും. പക്ഷേ RBIയുടെ റൂള് പ്രകാരം നിങ്ങളിപ്പോൾ ഒരു ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാലും നമുക്കൊരു EMI കൺവേർഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് ആ ഓൾറെഡി ജനറേറ്റ് ആയ ബില്ല് തന്നെ അത് അഡ്ജസ്റ്റ് ആവണം എന്നാണ് റൂള്. അതായത് ഇപ്പോൾ 10,000 ബില്ല് വന്നു, നമ്മൾ 2,500 രൂപയാണ് നമ്മുടെ EMI എന്ന് പറഞ്ഞാൽ 2,500 രൂപയെ നമുക്ക് ആ ബില്ല് വരാൻ പാടുള്ളൂ. ആ 10,000 രൂപ വന്ന ബില്ല് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയിട്ട് 2,500 ആവണം. പക്ഷേ ഇവിടെ 99% ബാങ്കുകളും അത് ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ കസ്റ്റമർ കെയർ വിളിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും, ഒന്നെങ്കിൽ അവർ പറയും മിനിമം ഡ്യൂ അടച്ചിട്ട് ഇരുന്നോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പക്ഷേ നമുക്കത് പണി കിട്ടും എന്ന് വെച്ചാൽ കുറേ ബാങ്കുകൾ അതിൽ ബാക്കിയുള്ള അമൗണ്ട്സിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടാണ് പിടിക്കുന്നത്, അടുത്ത വർഷം പിടിക്കുന്നത്. എന്ന് വെച്ചാൽ കുറേ പേര് വിചാരിക്കും കുഴപ്പമില്ല, അവർ പറഞ്ഞല്ലോ. അപ്പോൾ അത് കസ്റ്റമർ കെയർ പറയണമെന്ന് കറക്റ്റ് ഫുള്ളി വിശ്വസിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അത് വിചാരിച്ചാൽ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ നല്ല പണി കിട്ടും. കുറേ പേര് ഇതുപോലെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവരെ എക്സ്ട്രാ കാശ് പിടിക്കുന്നുണ്ട്, അവരറിയുന്നില്ല, അതാണ് കുഴപ്പം. അപ്പോൾ ഇത് ശരിക്കും കംപ്ലയിൻറ്റ് ചെയ്യുന്ന സംഭവമാണ്. കംപ്ലയിൻറ്റ് തന്നെ സുഖമായിട്ട് പണി കിട്ടും ഒരു ബാങ്കുകാർക്ക്, ഇഷ്ടംപോലെ. അല്ലെങ്കിൽ ഫൈൻ വരും അവർക്ക് RBIയുടെ സൈഡിൽ നിന്ന്. എന്ന് വെച്ചാൽ ഇത് റൂളല്ല ശരിക്കും. റൂൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ്. പക്ഷേ നിങ്ങളിത് കസ്റ്റമർ കെയറെ വിളിച്ചിട്ട് ഇത് പറയും, ഇങ്ങനെ റൂളുണ്ട്. ഞാൻ ഇതിൻ്റെ റൂൾസിൻ്റെ സംഭവം, ക്രെഡിറ്റ് കാർഡ് റൂൾസ് സംഭവമൊക്കെ ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും തപ്പി പിടിച്ച് കൊടുക്കാതെ. അപ്പോൾ ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട് RBIയുടെ സൈഡിൽ നിന്ന്. അപ്പോൾ നിങ്ങളിത് കറക്റ്റ് ആ ബില്ല് അഡ്ജസ്റ്റ് ആയിട്ട് തരണം. അവർ പറയും നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ബാക്കി ആ കറക്റ്റ് എമൗണ്ട് മാത്രം അടച്ചാൽ മതി, ബാക്കി കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പണി കിട്ടും. അവർക്ക് വലിയ നഷ്ടമൊന്നുമില്ല. അവർക്ക് ചുമ്മാ കസ്റ്റമർ കെയർ സൈഡിൽ നിന്ന് പറഞ്ഞു പോയാൽ മതി. അത് മിക്ക കസ്റ്റമർ കെയറും അത് ഏജൻസിക്കാരായിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഇത് കറക്റ്റ് ഫോളോ ചെയ്തിൽ പോയില്ലെങ്കിൽ നല്ല പണി കിട്ടും. പിന്നെ വേറൊരു സംഭവമാണ്, നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ ശരിക്കും ഒരു 3 ദിവസത്തിൻ്റെ ഒരു ഗ്രേസ് പീരീഡ് ഉണ്ട്. നമുക്ക് ആ 3 ദിവസത്തിനുള്ളിൽ നമ്മൾ ബില്ലടച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ബില്ലടച്ച പോലെ തന്നെയാണ് ശരിക്കും കണക്കാക്കേണ്ടത്. പക്ഷേ ഇത് പകുതി ബാങ്കുകളും അല്ലെങ്കിൽ ഒരു 90% അപ്പോൾ ബാങ്കുകളും ഫോളോ ചെയ്യുന്നില്ല. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫൈൻസും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും പിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊന്നും റൂൾ ഫോളോ ചെയ്യാൻ്റെ കുഴപ്പമാണ്. ഇത് ആക്ച്വലി സുഖമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. എല്ലാവരും ശരിക്കും കംപ്ലയിൻറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബാങ്കിങ് റൂൾസ് ആയിക്കോട്ടെ, കൺസ്യൂമർ റൂൾസ് ആയിക്കോട്ടെ, നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഭയങ്കര മോശമാണ്. എന്താ പറയുക, പരിതാപകരം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഭയങ്കര കിടിലാണ്. അതുകൊണ്ട് തന്നെ കമ്പനീസ് ഒറ്റ പേരെ പറ്റിക്കില്ല. പറ്റിച്ചാൽ അവർക്ക് നല്ല പണി കിട്ടും, ഫൈൻ കിട്ടും. ഇവിടെ നടക്കുന്നില്ല. അതാണ് പകുതി മെയിൻ പ്രോബ്ലം. എന്താ, കംപ്ലയിൻറ്റ് വരുന്നില്ല. ഇപ്പോൾ കുറച്ച് അത്യാവശ്യം പിന്നെയും കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഡാക്കിൽ പോർട്ടലൊക്കെ വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണക്ടർ കണ്ടു നോക്കുക, അതിങ്ങനെയാണ് കംപ്ലയിൻറ്റ് ചെയ്യേണ്ട സംഭവമൊക്കെ. അതിൽ നമുക്ക് ഇഷ്ടംപോലെ കംപ്ലയിൻറ്റ് എങ്ങനെയാണ് കമൻറ്റ്സും നമ്മളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പിന്നെയും കുഴപ്പമില്ല. ഇപ്പോൾ സൈബർ പോലീസ് ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ കംപ്ലയിൻറ്റ് ചെയ്യാം, RBIനായാലും ഓൺലൈൻ കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം നമുക്ക് വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഗവൺമെൻറ് സൈഡായിക്കോട്ടെ, പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം ടൈപ്പ് കാണിച്ചു വെച്ചിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇത് കംപ്ലയിൻറ്റ് ആൾക്കാർ റിയാക്ട് ചെയ്ത് തുടങ്ങിയാൽ അത് മാറുള്ളൂ. ഇപ്പോൾ റീസെൻ്റ് തന്നെ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക സന്തോഷ് ജോയ്ക്കുള്ള ഇങ്ങനെ ഇപ്പോൾ റീസെൻ്റ് ഏതോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പറയുക നോട്ട എന്നൊരു സംഭവം നമ്മുടെ വോട്ടിംഗ് സംഭവത്തിലുണ്ട്. നോട്ടാൻ്റെ എന്താ പറയുക, നോട്ട നമ്മൾ അടിക്കുമ്പോൾ നോട്ടേൻ്റെ എന്താ പറയുക അതിൻ്റെ പെർസെൻറ്റേജ് കൂടിക്കഴിഞ്ഞാൽ ഇത് വല്ലതും മാറുള്ളൂ എന്ന്. അത് അതിൻ്റെ അർത്ഥം എന്താ മനസ്സിലായി കാണും. ആ സംഭവം അതിപ്പോൾ ആൾക്കാർ റിയാക്ട് ചെയ്ത് തുടങ്ങിയാൽ വല്ലതും നടക്കുള്ളൂ എന്ന്. അല്ലെങ്കിൽ ഇന്ത്യ ഇങ്ങനെ ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, നല്ല ഇടിലെന്ന അവസ്ഥയിലാണല്ലോ. കട്ട് മുഴിച്ച് എന്താ പറയുക ലോൺ എടുത്ത് ഇപ്പോൾ എല്ലാവരുടെയും തലയിൽ നോക്കിക്കഴിഞ്ഞാൽ മിനിമം 5 ലക്ഷത്തിൻ്റെ ലോൺ ആയിരിക്കും. അത്രയധികം കടമുണ്ട് കേരളത്തിന്. അപ്പോൾ അതാണ് സ്ഥിതി. ഇതിപ്പോൾ റിയാക്ട് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ശ്രീലങ്കയിലത്തെ പോലെയാവും. ശ്രീലങ്ക മുടിഞ്ഞല്ലോ.
അത് കഴിഞ്ഞിട്ടാണ് അവർ പോയി ആൾക്കാർ പിന്നെ പോയി അവരെ എന്താ പറയുക കൊട്ടാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതൊക്കെ ഏറ്റെടുക്കുന്നത്. എന്താ കാര്യം? ഒരു കാര്യം നടന്നില്ലല്ലോ. ആദ്യം റിയാക്ട് ചെയ്യണമായിരുന്നു. അതുപോലെ ആവും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാ സംഭവങ്ങളും റിയാക്ട് ചെയ്ത് നോക്കാം. നമുക്ക് സുഖമായിട്ട് ഇപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഓൺലൈനിൽ തന്നെ ഉണ്ട്. എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യുക, RBI കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാൻ നോക്കട്ടെ. എന്നാൽ ഇഷ്ടം പോലെ ഇതുപോലെ കംപ്ലയിൻറ്റ് വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 2 ചാനലും കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യാം. കുറേ പേരൊന്നും ലൈക്ക് അടിക്കുന്നില്ല, ലൈക്ക് അടിക്കാം. അടുത്തതിലാണ്.